അതിൽ ഞാൻ ഈ 2 കൈയും തട്ടിട്ട് ആനയോട് പറഞ്ഞു, ആനെ കൊല്ലല്ല, ഞങ്ങളെ കൊല്ലം നമുക്ക് 3 ആളൊപ്പം കൊല്ലും, അല്ലാതെ ഒരാളെ കൊല്ലല്ല ആനയെന്ന് പറഞ്ഞിട്ട് ആനേനടുത്ത് മല്ലിടുന്നു. കുറേ പറഞ്ഞ് ഞാൻ ആനടുത്ത്. അപ്പോൾ ആന ഞാനും നിൽക്കുന്ന, ആന അനങ്ങണമില്ല, ഒന്നും ചെയ്യണില്ല. ആന കൈ ഇങ്ങനെ മണ്ണിൽ കുത്തിക്കണ്, ചെവി അടിക്കണില്ല, വാല അനക്കണില്ല, കാലൊന്നും പൊന്തിക്കണമില്ല, ഒന്നും ചെയ്യണില്ല. അതിൽ ഞാൻ പറയാം, എന്നെ കൊല്ലാൻ വന്നാണെങ്കിൽ ഇതിനെ കൊല്ലും, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ 10-10:30 ആകുമ്പോഴത്തേനും ആടിനെ പൊട്ടുമ്പോൾ ഞാനും പോകും. എന്നാൽ ഓലും അതുവരെ എന്നെ അവിടെ അക്കരെ കാത്തു നിൽക്കും. പോത്തുകുട്ടികളെ പോയി കൂടെ തിന്നും ചെയ്യും. അതിൽ ഞങ്ങൾ ഇന്ന് പോയി, എന്നും ഞങ്ങൾ നേരത്തെ പോയി നന്നായിരിക്കും കുളിക്കും. അത് കൊട്ടുകൊണ്ട് കയ്യിൽ കത്തി ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾ മാറപ്പൊക്കെ ഉണ്ട്. അതിൽ ഓളൊരു പൂടി കളിച്ചിക്കണപ്പോൾ ഞാൻ 2 കളിച്ച് 3ാമത്തെ കളിച്ചക്കണം. അതിലൊരു കൊമ്പ് പൊട്ടണ ഒച്ചണ് കേട്ടു. കൊമ്പ് പൊട്ടണ ഒച്ച നോക്കുമ്പോൾ ആന എൻ്റെ അടുത്തേക്ക് എത്തിക്കണം. ഇവർ കുറച്ച് എന്നാലും വിട്ട് മൂച്ചിൻ്റെ അത്ര ഇവർ 2 ആളും വിട്ട്. ഞാനാണ് ആനേൻ്റെ അടുത്ത് നിൽക്കണം. അതിൽ ആനോട് വന്ന് നേരിക്കും നേരെ നിന്നാലും എനിക്ക് നെയ്ക്കാനാ കൂടിയിട്ടുള്ളൂ, അല്ലാതെ പായാനോ ഒന്നും എനിക്ക് കൂടിയിട്ടില്ല. അതിൽ ഞാൻ ഈ 2 കൈയും തട്ടിട്ട് ആനയോട് പറഞ്ഞു, ആനെ കൊല്ലല്ല, ഞങ്ങളെ കൊല്ലം നമുക്ക് 3 ആളൊപ്പം കൊല്ലും, അല്ലാതെ ഒരാളെ കൊല്ലല്ല ആനയെന്ന് പറഞ്ഞിട്ട് ആനേനടുത്ത് മല്ലിടുന്നു. കുറേ പറഞ്ഞ് ഞാൻ ആനടുത്ത്. അപ്പോൾ ആന ഞാനും നിൽക്കുന്ന, ആന അനങ്ങണമില്ല, ഒന്നും ചെയ്യണില്ല. ആന കൈ ഇങ്ങനെ മണ്ണിൽ കുത്തിക്കണ്, ചെവി അടിക്കണില്ല, വാല അനക്കണില്ല, കാലൊന്നും പൊന്തിക്കണമില്ല, ഒന്നും ചെയ്യണില്ല. അതിൽ ഞാൻ പറയാം, എന്നെ കൊല്ലാൻ വന്നാണെങ്കിൽ ഇതിനെ കൊല്ലും, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ആനോട്. അതിൽ ആനന്ത് കാട്ടി നേരത്തെ ഇന്നത്തുനിന്ന് ആനന്ദത്തിന് നേരാണ് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇവിടെ കാണുന്നില്ല, മറ്റോളൊച്ച കേൾക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും ഞാൻ നിൽക്കണോടത്ത് നിൽക്കുക. അതിൽ ഞാൻ പറഞ്ഞു, അങ്ങനല്ല, കുട്ടീനെ കാണണില്ല, കുട്ടീനെ തരാണം പെണ്ണ്, വേം പേരി. ഞങ്ങൾ കാടേന്ന് നമ്മളെ വിളിക്കുക, കാടനെ കാണുന്നില്ല, ഓള് തിരഞ്ഞെടുക്കാൻ വല്ല വള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പൊന്തേൻ്റെ ഉള്ളിൽ ഇരിക്കാന്ന് അറിയില്ല, മുണ്ടാൻ വയ്യാതെ ചിലവർ പേടിച്ചുരുകല്ലോ. അത് വിചാരിച്ച് തെരഞ്ഞു പോയി നോക്കുമ്പോൾ ഒരു മരക്കുറ്റിൻ്റെ അവിടെ ഒരു കുറ്റിയുണ്ട്, വേങ്ങമരം, അതിൻ്റെ അപ്പുറത്തൊരു കൊമ്പ് വീണ് കിടക്കുന്നു. ഞാൻ നേരെ പോയപ്പോൾ ചേർന്നാട്ടനുണ്ടായിരുന്നു മൂപ്പര്. അതിൽ ഞങ്ങൾ 4 ആളും കൂടെ പോയി, 4 ആളും കൂടി പോയപ്പോൾ ഇവിടെ കിടക്കുക. അതിലെൻ്റെ ചെക്കൻ്റെ അടുത്തുണ്ടാവും, ഓൻ അത്ര ദൂരം ഓല് ഞങ്ങളുടെ അടുത്ത് പാഞ്ഞ് വരാം. അതിൽ ഞാൻ വെള്ളക്കുപ്പിൻ്റെ എറിയി പറഞ്ഞിട്ട് വെള്ളക്കുപ്പി എടുത്ത് മൂടി കടിച്ച് തച്ചോളം അങ്ങനെ കയ്യിൽ നിന്ന് കടത്തിയിട്ട് 2 തുള്ളി വെള്ളം ഞാൻ വായിൽ പാർന്ന് കൊടുത്തു. ആ 2 വെള്ളം ഇറക്കി, 3ാമത്തെ വെള്ളം കയ്യിൽ പാർന്ന് കൊടുത്തപ്പോൾ മൂക്കൂടെയും വായിക്കൂടെയും ചോര വന്നു. അപ്പോഴും ഇതുണ്ടായിരുന്നു, വിളി മനസ്സിലുണ്ടാവും, വിളി കേൾക്കുമ്പോണ്ടായിരുന്നു കയ്യിലായിരുന്നു. ഒന്ന് കുറച്ചുകൊണ്ട് കൊടുത്ത് ഞങ്ങളിപ്പോൾ കിടത്തിയപ്പോത്തിന് മരിച്ചു.